കിഡിലൻ ഐസ് ഉണ്ടാക്കിയാലോ? വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഐസ് ഉണ്ടാക്കാൻ. എന്നാലോ ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ വീട്ടിലുണ്ടായ പപ്പായ വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ കിഡിലൻ ഐസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പപ്പായ ഇല്ലാന്നുണ്ടെങ്കിൽ മാങ്ങ വെച്ചിട്ട് ഇതുപോലെ ഐസ് ഉണ്ടാക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ തണ്ണിമത്തം വെച്ചിട്ട് ഇതുപോലെ തന്നെ ഐസ് ഉണ്ടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലുള്ളൊരു പപ്പായാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കുരു എല്ലാം കളഞ്ഞ് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് പപ്പായാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കാൻ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള പപ്പായ തന്നെയായിരുന്നു, എന്നാലും ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിപ്പോൾ നല്ല തിക്ക് പേസ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കണം. ഞാനിപ്പോൾ 2 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ 2 കപ്പ് വെള്ളം ചേർത്തിട്ട് നമ്മളിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിപ്പോൾ നല്ല തിക്കാണ്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർക്കണം. അപ്പോൾ നമ്മൾ 1.5 കപ്പ് പപ്പായ എടുക്കുമ്പോൾ 1/2 കപ്പ് പഞ്ചസാരയും 3 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇത് അത്യാവശ്യം ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഐസ് സെറ്റാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഐസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 സ്റ്റീൽ ഗ്ലാസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ചില്ല് ഗ്ലാസ് ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ ഐസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് 2 സ്റ്റിക്കാണ്. അപ്പോൾ ഇത് ഐസ് വാങ്ങിച്ചപ്പോൾ കിട്ടിയ സ്റ്റിക്ക് തന്നെയാണ്. പിന്നെ ഇതുപോലുള്ള പോപ്സിക്കിൾ മോൾഡ് ഉണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഐസ് ഉണ്ടാക്കിയെടുക്കാം. ഇതാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സെപ്പറേറ്റ് സ്റ്റിക്കൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഇതിൽ തന്നെ സ്റ്റിക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പപ്പായ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്ലാസിൻ്റെ ഒരു 1/4 ഭാഗത്തോളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റിക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കമ്പൊക്കെ വെച്ച് കൊടുത്താലും മതി കേട്ടോ. നല്ല ഉറപ്പുള്ളൊരു കമ്പ് വെച്ച് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു സിൽവർ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഈ ഗ്ലാസ് ഒന്ന് കവർ ചെയ്യുക. എന്നിട്ട് സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. ഇനി നമ്മളിത് ഫ്രീസറിലാണ് കേട്ടോ വെക്കേണ്ടത്. അപ്പോൾ ചുരുങ്ങിയത് ഒരു 8 മണിക്കൂറെങ്കിലും വെക്കണം. ഓവർനൈറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഞാനിപ്പോൾ ഓവർനൈറ്റാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ നല്ല പോലെ ഐസ് സെറ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഫ്രീസറൊക്കെ ഫുള്ളിലിട്ടിട്ട് വേണം ഐസും ഐസ്ക്രീമും ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ. അപ്പോൾ നമുക്കിത് ഫ്രീസറിലേക്ക് വെക്കാം. പിന്നെ ബാക്കിയുള്ള പപ്പായ ജ്യൂസ് ഞാൻ ഇതുപോലുള്ള പോപ്സിക്കിൾ മോഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതുപോലുള്ള പോപ്സിക്കിൾ മോഡിൽ ഐസ് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് ഗ്ലാസ്സിലാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലിയൊരു ഐസ് നമുക്ക് കിട്ടുകയും ചെയ്യും. പോപ്സിക്കിൾ മോഡിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മെൽറ്റായി പോകുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലാസ്സിലോ പോപ്സിക്കിൾ മോഡിലോ ഏതിലാണോ ഉണ്ടാക്കാൻ താല്പര്യം അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതും ഫ്രീസറിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഐസ് ഉണ്ടാക്കാനുള്ള സ്റ്റിക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ളൊരു കമ്പ് മുറിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പപ്പായ ജ്യൂസിലേക്ക് ഇതുപോലുള്ളൊരു കമ്പ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് പപ്പായ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ഉറപ്പുള്ളൊരു കമ്പ് നോക്കിയിട്ട് വേണം കേട്ടോ എടുക്കാൻ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് സിൽവർ ഫോയിൽ പേപ്പർ വെക്കുക. എന്നിട്ട് നമ്മൾ ആ സ്റ്റിക്ക് ഒന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇതും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ഐസ്. അപ്പോൾ ഇത് ഫ്രീസറിലേക്ക് വെക്കാം. അപ്പോൾ ഓവർനൈറ്റിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ നമ്മുടെ ഐസ് എടുക്കുന്നത്. അപ്പോൾ ഐസ് നല്ല പോലെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ തന്നെ ഗ്ലാസ്സിൽ നിന്ന് എടുത്താൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിൽ കുറച്ച് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇളം ചൂടുള്ള വെള്ളം എടുത്താൽ മതി കേട്ടോ, നല്ല ചൂടുള്ള വെള്ളമൊന്നും എടുക്കരുത്. ഇനി ഈ ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുക. 1 സെക്കൻഡൊക്കെ ഒന്ന് മുക്കിയെടുത്താൽ മതി, ഒത്തിരി നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഗ്ലാസ്സിൽ നിന്ന് നമ്മുടെ ഐസ് പെട്ടെന്ന് തന്നെ വിട്ടു പോന്നോളും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇളം ചൂടുള്ള വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഐസ് എത്ര പെട്ടെന്നാണ് വിട്ടു പോകുന്നത്. നല്ല ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ നിന്ന് ഐസ് എടുക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ ഇളം ചൂടുള്ള വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് എടുക്കുക. എന്നാലേ നമുക്ക് നല്ല ഷേപ്പിൽ ഇത് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടില്ല. പിന്നെ സ്റ്റിക്കൊക്കെ ഐസിൽ നിന്ന് വിട്ടു പോരാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇളം ചൂടുള്ള വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് എടുക്കുന്നത്. ഈ ഐസ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കമ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതും നല്ല പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നിങ്ങളുടെ കയ്യിൽ സ്റ്റിക്ക് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഐസ് ഉണ്ടാക്കാതിരിക്കേണ്ട. ഏതെങ്കിലും ഒരു കമ്പ് വെച്ചിട്ടൊക്കെ നമുക്ക് ഐസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ സ്റ്റീൽ ഗ്ലാസും കമ്പും ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഐസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പോപ്സിക്കിൾ മോൾഡും ഇളം ചൂടുള്ള വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് വേണം നമുക്ക് എടുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റിക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. കണ്ടോ, ഇതിപ്പോൾ നല്ല പോലെ ഇവിടെ വന്നിട്ടുണ്ട്. ചെറിയ ഐസാണെന്നുള്ളൂ പോപ്സിക്കിൾ മോൾഡ് ഉണ്ടാക്കിയാൽ, എന്നാലും പ്രശ്നമൊന്നുമില്ല. ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഇതുപോലെ പോപ്സിക്കിൾ മോൾഡിൽ ഉണ്ടാക്കായിരിക്കും നല്ലത്. അവരൊന്നും ഒത്തിരി ഐസൊന്നും കഴിക്കില്ലല്ലോ.
അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ് ആയിരുന്നു കേട്ടോ. നല്ല പപ്പായ ഫ്ലേവറിലുള്ള അടിപൊളി ഐസായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.